പ്രൈസ് ദി ലോർഡ്. രഹസ്യം പ്രാർത്ഥിക്കാത്ത, രഹസ്യം ധ്യാനിക്കാത്ത ജപമാല എന്ന് പറഞ്ഞാൽ ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. നമ്മളിങ്ങനെ ജപമാല ചൊല്ലുന്ന സമയത്ത് നമ്മൾ രഹസ്യം ധ്യാനിക്കാറുണ്ടോ? ഈശോയുടെ രഹസ്യങ്ങൾ ധ്യാനിക്കാറുണ്ടോ? പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്ത മുതൽ പരിശുദ്ധ അമ്മേനെ ത്രിലോകരാജ്ഞിയെ മുടിതിരിപ്പിക്കുന്ന വരെയുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ ധ്യാനിക്കുക. ഈ 20 കാര്യങ്ങൾ ധ്യാനിക്കുക. ഈ 20 കാര്യങ്ങൾ അമ്മ ഈ ഭൂമിയിൽ ഇരുന്ന് ധ്യാനിച്ച കാര്യങ്ങളാണ്. അതായത് കർത്താവിൻ്റെ മംഗളവാർത്തയും ഈശോയുടെ പരിശുദ്ധമ്മയുടെ മംഗളവാർത്തയും ഈശോയുടെ ജനനവും ഈശോയുടെ ദുഃഖാനുഭവങ്ങളും മഹിമയും പ്രകാശവും ഇതെല്ലാം അമ്മ ഇരുന്ന് ധ്യാനിച്ച കാര്യങ്ങളാണ്. അമ്മ ഇരുന്ന് ധ്യാനിച്ച 20 കാര്യങ്ങൾ, 20 രഹസ്യങ്ങൾ നമ്മൾ ധ്യാനിക്കുക. അമ്മയുടെ കൂടെ ഇരുന്ന് ധ്യാനിക്കുക. അങ്ങനെ ധ്യാനിച്ച് നമ്മൾ അമ്മ ധ്യാനിച്ച കാര്യങ്ങളെല്ലാം ധ്യാനിച്ച് നമ്മൾ ഈശോയെ പോലായി മാറുന്ന പ്രോസസ്സാണ് ജപമാല. രഹസ്യം നമ്മൾ ധ്യാനിക്കണം. ജപമാല ചൊല്ലുന്ന സമയത്ത് ഓരോ രഹസ്യങ്ങളും നമ്മളെ ധ്യാനിക്കണം. ഓരോ രഹസ്യങ്ങളും ധ്യാനിച്ചിട്ട് വേണം ഈ നന്മ നിറഞ്ഞ പറയുന്ന മെഷീൻ എടുത്തിട്ട് പൊട്ടിക്കാൻ. ഓരോന്ന് പൊട്ടിക്കണം. ഈ ഓരോ നന്മ നിറഞ്ഞ പറയുക പൊട്ടിക്കുമ്പോഴും ഓരോ നന്മ നിറഞ്ഞ പറയുക പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ പരിശുദ്ധമ്മയുടെ കംപ്ലീറ്റ് കൃപകൾ ഇങ്ങനെ ഒഴുകി വരുവാണേ. പരിപൂർണമായിട്ട് ഈ കൃപ ഇങ്ങനെ ഒഴുകുവാണ്. കാരണം അമ്മയെ നമ്മൾ വാഴ്ത്തുമ്പോൾ അമ്മ ഈശോയെ വാഴ്ത്തും, അമ്മ പരിശുദ്ധാത്മാവിനെ വാഴ്ത്തും, അമ്മ പിതാവായ ദൈവത്തെ വാഴ്ത്തും. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ അറിയത്തില്ല, പക്ഷെ പരിശുദ്ധാമ്മയ്ക്ക് അറിയാം എങ്ങനെ മഹത്വപ്പെടുത്തുന്ന കാര്യം. നമ്മൾ മഹത്വപ്പെടുത്തുമ്പോൾ അമ്മ മഹത്വപ്പെടുത്തുമ്പോൾ ആ കൃപ മുഴുവൻ നമ്മളിൽ കൊള്ളും. സോ നമുക്ക് രഹസ്യങ്ങൾ ധ്യാനിക്കാം. രഹസ്യങ്ങൾ ധ്യാനിച്ച് അമ്മയുടെ മടിയിൽ നിന്ന് രഹസ്യം ധ്യാനിച്ച് നമുക്ക് നന്മ നിറഞ്ഞ ഓർമ്മിച്ച് ചൊല്ലാം. അങ്ങനെ ചൊല്ലുമ്പോൾ നമുക്ക് രഹസ്യം ധ്യാനിച്ച് നമുക്ക് ജപമാല ചൊല്ലാം. രഹസ്യം ധ്യാനിച്ച് ചൊല്ലുമ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ ജീവിതം മാറും. നമ്മുടെ ജീവിതം ഈശോയെ പോലെ മാറും. ആമേൻ.